അപ്പൊ ഈ വിഷയം ഞങ്ങളോട് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഇത് നേതാക്കന്മാരെ ഒരിക്കലും നമ്പരുത്, ഓര് നമ്മളെ കളിപ്പിച്ചിട്ടേ. അല്ല, ഈ സലഫി ഇപ്പം കളിപ്പിച്ചതല്ല. അല്ല അല്ലേ? അല്ലല്ല, അത് അയാൾക്ക് എന്തെന്ന് പറഞ്ഞാ ഈ ആയുധം നഷ്ടപ്പെട്ടവന്റെ കീഴടങ്ങൽ എന്ന് പറയല്ലേ, എന്നതുപോലെ പൊരുതിയിട്ട് അവസാനം അയാൾ അത്രത്തോളം നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല, നമുക്ക് അനുഭവം ഉണ്ട്. എന്നുവെച്ചാല് മൂപ്പര് എന്നെ കൊണ്ട് ഓരോരുത്തരെയും വിളിപ്പിച്ചിട്ട്, ഞാനിങ്ങനെ പോകുമ്പോ ഓരോരുത്തരും എം എം മദനിന്റെ വീട്ടിലെത്തിയപ്പോ പറയുന്ന എം എം മദനി വിളിച്ചിട്ട്, ആ പുറത്ത് ഗേറ്റിലുണ്ട് KKP നിൽക്കുന്നത്, നിങ്ങളെ കാണാൻ വന്നതാണ്. എന്നിട്ട് ഞാൻ നേരിട്ട് ചെന്ന് KKP ആണെന്ന് പറഞ്ഞ് ഏത് KKP, എന്ത് KKP, എന്തിനാ വന്നതെന്നൊക്കെ പറഞ്ഞ് ചൂടാവുകയും ചിലപ്പോ നമ്മൾ പറഞ്ഞൊന്നും കേൾക്കില്ല വരും. അങ്ങനെ നമ്മളെ വിളിക്കുകയും അവിടെ മറ്റേ ഇതിന്റെ ലൈബ്രറിയിൽ ഇരുത്തുകയും ചെയ്ത് പുളിക്കല്ല്. എന്നിട്ട് അവിടുന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന CD അരമണിക്കൂറിലധികം നമ്മളുടെ ലാപ്ടോപ്പിൽ വെച്ച് കാണുകയും ഞങ്ങൾ പറയുന്നത് മുഴുവനും കേൾക്കുകയും എഴുതി വെക്കുകയും ചെയ്തു. ഇത് ചിലക്ക് എം എം മദനി ഞങ്ങൾ പറഞ്ഞത് കേൾക്കാൻ ഇയാള് സന്നദ്ധനായത് പടച്ചനെ പേടിച്ചിട്ടൊന്നല്ല, സലഫി പറഞ്ഞപ്പോ സ്വീകരിച്ചതാ. അങ്ങനെ തന്നെ AP-ന്റെ അടുത്ത് പോയപ്പോ ബസ്സിൽ AP-ന്റെ അടുത്ത് സംസാരിക്കാൻ കഴിഞ്ഞത് ഇയാളെ ഇടപെട്ടിട്ടാണ്. AP-ന്റെ അടുത്ത് പോയപ്പോ ഓരോ സ്ഥലത്തുനിന്നും നമ്മൾ എത്തുന്ന എവിടെത്തി ഇങ്ങോട്ട് വിളിക്കും, അവിടെ എത്തി, എന്നാ നിങ്ങൾ പോയിക്കോളൂ, വേറെ ആരും ഇല്ല അവിടെ എന്ന് വരെ ഫോണിൽ നിരന്തരം വിളിച്ചിട്ട് 10-40 പണ്ഡിതന്മാരുമായി ബന്ധപ്പെടുത്തിയതൊക്കെ, അതായത് എല്ലാ പ്രവർത്തനം ഞാൻ പിന്നെ നിങ്ങളോട് ആരോടും എല്ലാം പറയാൻ കഴിയില്ലെന്ന് വെച്ചാൽ പറയാൻ തന്നെയാ. അടുത്ത് ഈ വിഷയത്തില് വളരെ ഇൻവോൾവ് ആയിരുന്നു, നമ്മളെക്കാളും താല്പര്യം ഉണ്ടായിരുന്നു, നമ്മളെക്കാളും ശ്രമിച്ചിരുന്നു. ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് വർക്ക്. ശരി. അല്ല, ഞാൻ വിചാരിച്ചെന്തോ, നിങ്ങൾക്ക് നേരിട്ട് ബന്ധമില്ല നിങ്ങൾ പറഞ്ഞല്ലോ സലഫിനോട്. എങ്ങനെ നിങ്ങൾ നേരിട്ട് ബന്ധപ്പെടലില്ല, ഫോണിലൊക്കെ മടിയാണെന്നൊക്കെ പറഞ്ഞു. അത് മൂപ്പരുടെ ഒരു ഇതാണ്, നേരിട്ട് പറയാന്നുള്ളത്. മൂപ്പർക്ക് ആര് അത്ര വിശ്വാസമില്ല എനക്കാണ്. പിന്നെ മൂപ്പര് അത് പറയുന്നുണ്ട്, ഫോണിൽ പറയണ്ടേയില്ല, ഫോൺ ചോർത്താൻ വരെ ചെയ്യാലോ. അല്ല, മൂപ്പര് നിങ്ങളോടോ ഇങ്ങനെ വിളിച്ചിരുന്നതോ ഒപ്പല്ല ആളുകളോടോ? എങ്ങനെ നിങ്ങളാ വിളിച്ചിരുന്നത് അതോ ഒപ്പല്ല ആളുകളോ നിങ്ങളെ കാണാൻ പോകുമ്പോ? ഇല്ല, മൂപ്പര് ഇങ്ങോട്ട് വിളിക്കലാണ്. നമ്മളെ ഇവിടുത്തെ ബന്ധപ്പെട്ട പിന്നെ പയ്യന്നൂർ ടീമും ഞങ്ങളെല്ലാം പോകുമ്പോ ഞങ്ങൾ എവിടെത്തി എന്നൊക്കെ ചോദിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. പക്ഷെ നേതാക്കളെല്ലാം വിളിച്ച് ഒരിക്കലും അവരതിന് സമയം കണ്ടെത്തലൊക്കെ മൂപ്പരുടെ ഇതായിരുന്നു. അല്ലാതെ നമ്മൾ പോയ ഈ 10-50-60 പണ്ഡിതന്മാരെ മുഴുവനായിട്ട് കാണാൻ കഴിയുമോ? അത് പരമാവധി രാവിലെ പോയിട്ട് രാത്രി വരെ ഒരു 10-20 ആളെയൊക്കെ ഇങ്ങനെ ഒന്നിച്ച് കാണാനൊക്കെ ഇയാള് അത് സൗകര്യമാണ്. അല്ലെ, ഞാനെന്താ പറഞ്ഞ എനിക്കിതൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞ മൂപ്പര് എന്നല്ല നേതാക്കന്മാരൊക്കെ അവരുടെ സ്ഥാനം. അല്ല, അവസാനം അത് മാത്രല്ല, സെൻട്രലിൽ ഇവരൊക്കെ ഗ്രൂപ്പ് യോഗം എന്ന് പറയുന്ന ആരോപണം നടത്തിയതിൽ മൂപ്പരാണ് നേതൃത്വം വഹിച്ചത്. മൂപ്പരാണ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂരിഷനെയും പിന്നെ മറ്റേ ഇയാളെയും അബ്ദുൽ ഖാദർ എരഞ്ഞിക്കലിനെയും നാണിയാജിനെയും അങ്ങനെ പ്രമുഖരായ എല്ലാ നേതാക്കളെയും പിന്നെ പണ്ഡിതന്മാരെയും ഒക്കെ എത്തിച്ചത്. എത്രത്തോളം ഹനീഫനടക്കം അങ്ങോട്ട് കൊണ്ടുവരുത്തിച്ചത് മൂപ്പരല്ലേ? അതില് നമ്മളെന്തിനാ വിളിക്കണ്ട്? നമ്മളെ വിളിച്ചില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അയാളെ ചെയ്യാൻ കഴിയോ? അല്ല, അപ്പൊ അയാൾ തന്നെ അതെല്ലാം ആസൂത്രണം ചെയ്തോ. എന്നിട്ട് അയാള് എല്ലാവരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിപ്പിച്ച് അവസാനം അവിടുത്തെ ഒരു വികാരവും ആ യോഗ തീരുമാനമൊക്കെ എഴുതി വെക്കുകയും ഇപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും പോവാം എന്ന് പറഞ്ഞാൽ നേതൃത്വം നൽകി പോവുകയും പിന്നെ ഇത് പുറത്തറിഞ്ഞപ്പല്ലേ മറ്റൊരു കൊളാക്കുന്നു. പിന്നെ ഇയാൾക്ക് കീഴടങ്ങാനുള്ള ഒന്നും ചെയ്യാൻ കഴിയില്ല.